വെൽക്കം ബാക്ക് ടു ട്രിപ്പ് ഓൺ ടൈം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് ആരോമൽ എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ പോകുവാണ്. ഇന്നത്തെ വർക്ക് അവൻ്റെ കൂടെ ക്രെയിനിൻ്റെ വർക്കാണ്. ക്രെയിനിൽ മില്ലിൽ തടി വെട്ടാനും പരിപാടിയൊക്കെയാണ്, തടി വലിക്കലും പരിപാടിയൊക്കെയാണ്. അപ്പോൾ നമ്മളതിൽ ഹെൽപ്പറായിട്ടൊന്ന് പോവുകയാണ്. കാര്യം അവനൊന്ന് വിളിച്ചത് കൊണ്ട് നമ്മൾ പോകുവാണ്. നമുക്ക് വേറെ വലിയ വർക്കുകളൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് കയറിടാനും വലിക്കാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടിയിൽ കയറി നേരെ അവൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ക്രെയിൻ കിടക്കുന്ന സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പിക്കപ്പ് ഓട്ടൊക്കെ പോകുന്നില്ലേ, അവൻ്റെ ആണ് ക്രെയിൻ. അപ്പോൾ അവൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു വർക്ക് ചെയ്യുന്ന സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ രാവിലെ ഒന്ന് ക്രെയിനൊക്കെ എല്ലാം അവൻ എടുത്ത് നോക്കുവാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. നമുക്ക് ഇന്നത്തെ വർക്ക് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കയറിയാണ്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെ പോവുക, നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യുക. ആ കൂടെ തന്നെ സമയം കിട്ടുന്ന സമയം പോലെ നമ്മൾ ഇതുപോലെ വീഡിയോ എടുക്കുക. ഇപ്പോൾ നമ്മൾ സൈഡൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നാൽ മതി. കാര്യം ക്രെയിൻ എന്ന് പറയുമ്പം ഇടത്തും വലത്തും നോക്കി വേണം ഓടിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്റ്റിയറിംഗ് അല്ല, 2 ഗിയർ ലിവറാണ്. ഗിയർ ലിവറിലാണ് ഇതിൻ്റെ കട്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. അപ്പോൾ അത് സ്റ്റിയറിംഗ് അല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഇടത് സൈഡ് നോക്കി ഇരിക്കുന്ന സമയത്ത് വലത് സൈഡ് കാണാൻ പറ്റത്തില്ല. ഇത് ഒരു സമയത്ത് ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കണ്ടോ, ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്. ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം കുറുപ്പന്തറ എന്നൊക്കെ പറയുന്ന ഏറ്റുമാനൂർ കുറുപ്പന്തറ എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. കുറുപ്പന്തറ മാഞ്ഞൂർ എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ പോകുന്നത്. അതായത് ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ തടി നല്ല ഒന്നാം തരം തേക്കിൻ്റെ തടി വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ തടികളെന്ന് പറയുന്നത് നമ്മൾ മില്ലിലോട്ടൊക്കെ കൊണ്ടുവന്ന കച്ചവടമായിട്ടുള്ള തടികളാണ്. അപ്പോൾ അത് ഒരുപാട് ഉള്ള ഏരിയയിലേക്കായിരിക്കും കിടക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് വലിച്ച് ഈ ക്രെയിനിൻ്റെ കയർ കൊണ്ട് അതിൽ കെട്ടി ക്രെയിനിൽ ഘടിപ്പിച്ച് വലിച്ച് നമ്മൾ വണ്ടി കയറുന്ന സ്ഥലത്തേക്ക് വലിച്ചടിപ്പിക്കുക. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ക്രെയിനെല്ലാം ചെയ്തോളും, അവൻ വർക്കൊക്കെ ചെയ്തോളും. നമ്മൾ നൈസായിട്ട് കയറടക്കിയിട്ട് ഒക്കെ നിന്നാൽ മതി. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പരിപാടിയാണ്. അപ്പം ഒരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്ന വഴി കണ്ടല്ലോ, നിങ്ങൾ നോക്കിയാൽ കറക്റ്റായിട്ട് ഒരു കാർ കയറി വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് റിസ്ക്കാണ്. അപ്പോൾ അതുപോലത്തെ വഴികളിലൂടെയൊക്കെയാണ് കയറി പോകുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ മില്ലുകളിലൊക്കെ തടി പിടിക്കാനായിട്ടൊക്കെ ഞാൻ കുഞ്ഞിലത്തെ കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. കോട്ടയത്ത് പോകുമ്പോൾ കോട്ടയത്തെ ഒരു മില്ലിൽ ആന നിന്നുകൊണ്ട് തടി പിടിക്കുന്ന കാഴ്ചകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കോട്ടയത്ത് നമ്മുടെ കളക്ട്രേറ്റിന് ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലായിട്ടൊരു മില്ലുണ്ട്. മില്ലിൽ തടി പിടിക്കാനായിട്ട് ആന നിൽക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിലേക്ക് ഓർക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിന് ആനയെ കൊണ്ട് തടി പിടിപ്പിക്കാൻ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ആനയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ നമ്മുടെ മച്ചാന്മാരുടെ ക്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇത്ര ടണ്ണ് ഭാരം പിടിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് എത്ര ഉള്ളിൽ കിടന്നു പറഞ്ഞാലും നമ്മൾ വലിയ വടം കെട്ടിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ പോരും. അത് റിസ്ക്കുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെയാണ് ഈ വണ്ടി ഇത്രയും വലിയ വണ്ടി ഓടിച്ചെല്ലുന്നത് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതുപോലെ ഉണ്ടോ, കറക്റ്റായിട്ട് നോക്കി നമ്മൾ നല്ല ഒരു ഗ്യാപ്പിലൂടെ തന്നെ നമ്മൾ കയറി പോകണം. നമ്മൾ ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ തേക്ക് വെട്ടി ഇട്ടിട്ടുള്ളത്. അതായത് ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപ, ഏതാണ്ട് 2 ലക്ഷം രൂപ അടുത്ത് വിലയുള്ള തേക്കിൻ്റെ തടിയാണ്. അത്ര വലിയ തടിയാണ്, അത്രയും പ്രായവും നല്ല കാതലുമൊക്കെ ഉള്ള തടികളാണ്. അപ്പോൾ തടികളിലൊക്കെ കയറ് കെട്ടുക, തടിവെട്ടുകാരൊക്കെ ഉണ്ട്. നമ്മളവരുടെ കൂടെയൊക്കെ നിന്നാൽ മതി. നമ്മുടെ വടം കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്താൽ മതി, അവർ സെറ്റ് ചെയ്തോളും. എന്നിട്ട് നമ്മളവിടെ നിൽക്കുവാണ്. നമ്മൾ തടിയൊക്കെ വലിച്ച് കയറ്റി ഒക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്തുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഏതായാലും ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു പാറമടക്കുളം ഉണ്ട് കേട്ടോ. പാറമടക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടന്ന് പാറ എടുത്ത് പോയിട്ട് അതിങ്ങനെ കിടക്കുവാണ്. അപ്പം നമ്മൾ കണ്ടപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി കേട്ടോ. നമ്മൾ ഈ മരം വെട്ടാൻ വന്ന സ്പോട്ടിലാണ് ഇതുള്ളത്. അപ്പോൾ അത് ഭയങ്കര വലിയ ആഴമാണത്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ എക്കോ അടിക്കുന്നു. അതുപോലെ വലിയ വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു പാറമടക്കുളമാണ്. അപ്പം എന്തായാലും ഇതിനകത്ത് മീനുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിട്ടിയ ആ ഒരു ഫ്രീ ടൈമിൻ്റെ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതത്ര വലിയ വർക്കൊന്നുമില്ല. നമ്മൾ തടി വലിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഫ്രീ ടൈമിൽ നമ്മൾ മീൻ നോക്കാൻ പോയാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാനൊരു ഐറ്റം കാണിച്ചു തരാം. ഈ പാറമടക്കുളത്തിൽ ആരെങ്കിലും വളർത്തുന്നതാണോ എന്നറിയില്ല. ഞങ്ങളൊരു മീനിനെ അവിടെ കണ്ടു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ മാക്സിമം അതിനെ ടൈറ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കണ്ട, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. ഉള്ളിൽ തന്നെ ഒരു ബ്ലാക്ക് കളറാണ് ആ മീൻ കേട്ടോ. ഇതേ പോകുന്നുണ്ടോ, അത് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ഒരു 6-7 കിലോളം തൂക്കം വരുന്ന അത്രയും സൈസുള്ള വലിയൊരു മീനാണ്. ഇത് വളർത്തുന്ന മീനാണോ, നമ്മുടെ കോഴിക്കാർപ്പ് പോലത്തെ മീനാണോ ഇല്ലെന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. കണ്ടോ, മീനെ കണ്ടോ,
നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അനക്കം കേൾക്കുമ്പോൾ തന്നെ ഇത് ഓടി വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ വളർത്തുന്നതായിരിക്കും, പക്ഷേ അതിൻ്റെ പരിസരത്തൊന്നും വീടും കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും അങ്ങനെ നാട്ടുകാരൊന്നും വന്ന് മീൻ പിടിക്കുന്ന സ്പോട്ടൊന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും പിടിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പാടില്ല. ഏതായാലും ഒരുപാട് കരിമീൻ കുഞ്ഞുങ്ങൾ ഇതിനടിയിലുണ്ട്. കരിമീൻ കുഞ്ഞുങ്ങളും ഉണ്ട്, വലുതുമുണ്ട്. അപ്പോൾ അതിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ നോക്കിയതാണ്. നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിൽ കൂടെ ഇവനിങ്ങനെ ഓടി കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണാൻ തന്നെ ഒരു ചന്തമാണ്, കാരണം അത്രയും വലിയൊരു മീനാണ് കേട്ടോ. നല്ല മീനാണ്. ഇവൻ അതിനകത്ത് ആ ഒരു വാലിട്ടടിക്കുന്ന സൗണ്ട് ഇങ്ങനെ ആ ഒരു പാറമടയിൽ നിന്ന് ഇങ്ങനെ റിഫ്ലക്റ്റ് ആകുന്നുണ്ടായിരുന്നു. അതുപോലെ വലിയ മീനാണ് കേട്ടോ. ഈ സ്പോട്ട് എവിടെയാണെന്ന് കറക്റ്റായിട്ട് ചോദിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പ്ലാനുണ്ടെങ്കിൽ ചോദിക്കരുത്, അതൊന്നും പറഞ്ഞു തരികയില്ല, അതൊക്കെ വളരെ രഹസ്യമാണ്. ഏതായാലും ഒരുപാട് മീനുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. കരിമീൻ അല്ലാതെ തന്നെ വലിയ വലിയ മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിലാപ്പിയ എന്ന് പറയുന്ന മീനുകൾ പോലെ തന്നെ വലിയ മീനുകളുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. ആ കറുത്ത മീൻ എന്ന് പറയുന്നത് നിങ്ങൾക്കത് വീഡിയോയിൽ എത്രത്തോളം വലിപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നല്ല വലിപ്പമുള്ളൊരു മീനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് ഒരു 6-7 കിലോ തൂക്കം വരുന്ന വലിയൊരു മീനാണ്. എനിക്ക് തോന്നുന്നു കോഴിക്കാർപ്പാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഈ ഇത്രയും ബ്ലാക്ക് കളറുള്ളതുകൊണ്ടാണ് എനിക്കങ്ങനെ ഡൗട്ട് അടിക്കാൻ കാര്യം. പക്ഷേ അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടിട്ട് കോഴിക്കാർപ്പിൻ്റെ ഒരു ഷേപ്പല്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് വളർത്തുന്ന വലിയ വലിയ മത്സ്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. ഏതായാലും മീൻ പിടിച്ച് കഴിക്കാൻ പറ്റുന്ന അങ്ങനത്തെ മീനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഈ വളർത്തു മത്സ്യം പോലെ, മീൻസ് നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇടുന്ന പോലത്തെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള മീനാണ്. ഇത് കഴിക്കുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല. ഏതായാലും മീൻ ഏതാണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അതിനകത്ത് ഇത് കൂടാതെ തന്നെ ഒരു വലിയ വെളുത്ത മീനൂടെ ഉണ്ട്. ഈ ബ്ലാക്ക് മീനിൻ്റെ കൂടെ തന്നെ ഒരു വെളുത്ത മീനൂടെ ഉണ്ട്. അപ്പം അതും ഞാൻ കണ്ടു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഇലയുടെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അതേ ഉണ്ടോ, അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ, കേട്ടോ. നല്ല പ്യുവർ വൈറ്റാണ് അവൻ്റെ കളറെന്ന് പറയുന്നത്. നമ്മൾ വരുമ്പോൾ അതിന് പേടിയൊന്നുമില്ല. ഞാൻ ഓർത്ത് നമ്മൾ അനങ്ങാതെയൊക്കെ കുറേ നേരമൊക്കെ നിന്നു കേട്ടോ. കാര്യം പക്ഷേ നമ്മൾ അനങ്ങി നിന്നാലും ശബ്ദം ഉണ്ടാക്കിയാൽ അവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവരിങ്ങനെ അടുത്തു നിൽക്കും. അതുപോലെ തന്നെ ഒരുപാട് കരിമീനുകളും അതിനടിയിലുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല സൈസുള്ള കരിമീനുകളാണ്. ഏതായാലും ഈ ഒരു കുറച്ച് സമയം നമ്മൾ ഇങ്ങോട്ട് ഈ പാറമടക്കുളം നോക്കി പോകുന്നതുകൊണ്ട് നല്ല രസമുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നമ്മുടെ ആ ഒരു ഏരിയയിൽ കുറച്ച് വെള്ളം ഒഴുകുന്ന ഒരു രസകരമായിട്ടുള്ളൊരു കാഴ്ചയൊക്കെയാണ്. അപ്പോൾ ഒരു സമയം കിട്ടിയപ്പോൾ നമ്മൾ എടുത്താണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ തടി കയറ്റുക, അത് നമ്മൾ നേരെ ലോറി വന്നിട്ടുണ്ട്. ലോറി വന്ന സ്പോട്ടോട്ട് നമ്മൾ തടിയെടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് അത്യാവശ്യം കുറച്ച് നല്ല നീളത്തിലാണ് ആ തടിയുള്ളത്. അതുകൊണ്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നതൊക്കെ മരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇത്രയും വലിയ തടിയായതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ അടിക്കിടുന്ന അടിക്കൊന്നും വേണ്ട. അത് അത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളൂ. അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും പണി അറിയാമെന്നല്ല ചെയ്യുന്നത്. വലിയ വലിയ അപകടങ്ങളൊക്കെ വരുന്ന വർക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് അതിനടിയിൽ പോയി കിടന്ന് കളിക്കേണ്ട റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ അവരെ കൂടെ നിന്നാൽ മതി, ആ പരിപാടിയൊക്കെ നോക്കി നിന്നാൽ മതി. ഇതാണ് നമ്മളുടെ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അടിക്ക് ഏതായാലും ഒരു മരം വെട്ടി താഴേക്ക് ഇട്ട സമയത്ത് കുറച്ച് മരം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം അവർ കൊണ്ടുപോയിട്ടും അവർക്ക് പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വിളിച്ച് ചോദിച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. നമ്മുടെ മരംപെട്ട് എക്സ്പേർട്ടായിട്ടുള്ള മരംപെട്ടുകാരനാണ് കേട്ടോ. പുള്ളി നല്ല അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഞാൻ വിചാരിച്ചു നല്ല കാതലുള്ള തടിയാണ്, പക്ഷേ അവരുടെ കട്ടർ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവർ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ വർക്ക് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് സമയം ആയതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ചെറുതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സമയം ആയതുകൊണ്ട് 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.